ക്ഷമിക്കണം, ഇതിൽ എന്റെ യഥാർത്ഥ ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ലല്ലോ. നിനക്ക് എന്നെ അറിയില്ല? നീ എന്നെ മറന്നു. ആരെ മറന്നാലും നീ ഇവളെ മറക്കരുത്. നിന്റെ അമ്മയ്ക്ക് പാലില്ലാതിരുന്നപ്പോ ഈ മാറിലെ പാല് കുടിച്ചാണ് നീ വളർന്നത്. ഇവക്ക് മാത്രമേ പാലുള്ളൂ. ഞാനും കുറെ പാല് കൊടുത്തിട്ടുണ്ട്. അല്ലടാ മോനെ, അത് വല്ല ചായക്കടയിലും പാല് കൊടുത്ത ഓർമ്മയായി. ഇവളെ കൊടുത്തത്, ഇവള് നിർബന്ധിച്ച് പാല് കൊടുത്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ ഒരു ഗതികേടൊന്നും എന്റെ ജോലി കുട്ടനില്ല. ഭായ്, ഇതിൽ യഥാർത്ഥ ബന്ധുക്കളെ തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. ഭായിയുടെ ശരിക്കുള്ള പേര് പറ. പേര് പറഞ്ഞ മോനെ തരുവോ? അതിനുള്ള പ്രായം കഴിഞ്ഞില്ലേ തള്ള? പേര് പറ. ശശി. ഭായ്, എല്ലാ ഫ്രോഡുകളാ, പറഞ്ഞുവിട്. അവമാനിക്കരുത്. എന്റെ മരുമോനെ തിരിച്ചറിയാൻ എനിക്കറിയാം. ഞാൻ എന്റെ അമ്മ തിരിച്ചടിക്കണേ. തിരിച്ചടിക്കാൻ തിരിച്ചടിക്കാൻ. ലതികേ, ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. നിക്കടാ അവിടെ, കഥ കടക്കടാ. എല്ലാത്തിനെയും ഓടിച്ചിട്ട് വെടിവെക്കണ്ടെങ്കിൽ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ തിരിച്ചു വാ. ഒളിച്ച് നിൽക്കാതെ പെട്ടെന്ന് വാ. നല്ല തോക്ക, വേഗം പണി തീരും. ബോയ്സ്, ഹലോ. വേദിക, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സർപ്രൈസ് എനിക്കാണ് പറയാനുള്ളത്. അതിനു മുൻപ് കൺഗ്രാറ്റ്സ്. എന്തിന്? ഇന്നലെ രാജഗുരു വശവജ് സച്ചിന് ഫോൺ ചെയ്ത് റോഷന്റെ ഫാമിലി ഡീറ്റെയിൽസ് പറഞ്ഞതോടെ അച്ഛൻ ടോട്ടലി ഇംപ്രസ്ഡ്. I see. അത് മാത്രല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഷനെ വന്ന് കാണാൻ എനിക്ക് സമ്മതം തന്നു. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഞാന് ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എന്ത് സെറ്റിംഗ്? അല്ല, ഈ വീട്, ഫർണിച്ചർ, പിന്നെ ഈ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓ, ഓക്കെ. ഇപ്പൊ ഞാൻ എവിടെയാണെന്ന് പറയാമോ? നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ റെസ്റ്റോറന്റ് അല്ല. മെട്രോ സ്റ്റേഷൻ, പാർക്ക്. നോ. ഓ, ഞാൻ തോറ്റു. പറ. റോഷന്റെ വീടിന്റെ കാർ പോച്ചിൽ. എവിടെ? കാർ പോച്ചിൽ. എല്ലാം അവസാനിച്ചു. ഇവരൊക്കെ ഇവര് ഗുരു,
ഇവരൊക്കെ തേജയുടെ അല്ല റോഷന്റെ ബന്ധുക്കളാ. ഇത് രാഘവൻ നായർ, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ. ഇത് രവീന്ദ്രൻ നായർ, സംഗീത കോളേജിലെ പ്രൊഫസറാണ്. ഇതിന്റെ ഭാര്യ പാൽക്കേരിയ, മിൽമയുടെ ഡയറക്ടർ. ഇത് ഗോവിന്ദൻ നായർ, കിഴങ്ങ് വികസന കോർപ്പറേഷൻ ചെയർമാൻ. ഇത് രതി ദേവി, കുടുംബശ്രീ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. ഇത് ഞാൻ വാസുദേവൻ നായർ, റിട്ടയർഡ് ഇൻകം ടാക്സ് കമ്മീഷണർ. ഇത് എന്റെ ഭാര്യ ലതിക, റിട്ടയർഡ് മിസ്ട്രസ്. ഞാൻ ശ്രീ ദിവാകർ നായർ, റിട്ടയർഡ് ഡിവൈഎഫ്ഐ ഡിവൈഎസ്പി ക്രൈം. ഇതെന്റെ ഭാര്യ രമ, റിട്ടയർഡ് ഹൗസ് വൈഫ്. ഇതാരാടാ? ഈ കുട്ടി ആരാണെന്ന്? ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. മോനെ റോഷ, നീ സ്നേഹിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാ മതി. നിങ്ങളുടെ വിവാഹം നടത്തി തരണോ വേണ്ടയോ എന്ന് ഞങ്ങള് തീരുമാനിക്കും. അല്ലേ വാസുദേവൻ ചേട്ടാ? അതെ, അതാണ് മംഗലത്തെ പാരമ്പര്യം. റോഷന്റെ അച്ഛനും അമ്മയും എവിടെ? അച്ഛനും അമ്മയും ഇത് ഇങ്ങനെ എല്ലാരും കൂടെ എനിക്ക് കുറച്ച് ടൈം തരുമോ? അതെ, ടൈം എടുത്ത് റോഷൻ എല്ലാം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ പോട്ടെ. പോണോ? ഞാൻ പോണില്ല. വേദിക, അമ്മാവന്മാരെ അമ്മായിമാരെ ഒക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അകത്തേക്ക് പോവാം. വരൂ. റോഷൻ, അമ്മാവന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ മറന്നുപോയി. ഒന്ന് വരുമോ? എല്ലാത്തിനും ഞാൻ എടുത്തോളാം. റോഷൻ, എന്റെ കൂടെ ഒരാള് കൂടെ ഉണ്ട്. അതെയോ? വിളിക്കൂ. അച്ഛൻ എന്റെ കൂടെ വിട്ടതാ. അച്ഛൻ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യം. എന്റെ അമ്മാവൻ. അമ്മാവാ, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാം. Never, ever see you again. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. കുറച്ചു കാലമായിട്ട് അമ്മാവൻ ഇങ്ങനെയാ. മലേഷ്യയില് ബിസിനസ് ആയിരുന്നു. പക്ഷെ കുറച്ച് ഗുണ്ടകള് ചേർന്ന് എല്ലാം പോയി. അതുകൊണ്ട് കൂടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഒരു ചേഞ്ച് നല്ലതാണല്ലോ. തീർച്ചയായിട്ടും. അതിപ്പോ എന്റെയും കൂടി ആവശ്യമായി മാറിക്കഴിഞ്ഞല്ലോ. അമ്മാവ, കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്റെ ശരിക്കുമുള്ള മുഖം ഇനി പുറത്താര് എങ്ങനെ അറിഞ്ഞാലും അമ്മാവനെ ഞാൻ കൊല്ലും. ശ്രാങ്കേ, അമ്മാവിന് പ്രത്യേക പരിഗണന കൊടുത്ത് അമ്മാവിന്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോകൂ. ഞാൻ വേദികയുമായി ഒന്ന് സംസാരിച്ചോട്ടെ. താങ്ക്സ് അമ്മാവ. എനിക്ക് വേദികയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ, കൊണ്ടുപോടാം. നമുക്ക് അങ്ങോട്ട് പോവാം. വേദിക എന്നോട് ക്ഷമിക്കണം. അച്ഛനും അമ്മയെ റെഡി. ഞാൻ വേദികയോട് ഒരുപാട് നുണ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് അച്ഛനില്ല. ഹലോ, അച്ഛൻ കട്ട്, അമ്മയും ഇല്ല. അമ്മയും കട്ട്. ഈ കാണുന്ന ബന്ധുക്കളാണ് എന്നെ വളർത്തി വഷളാക്കിയത്. അല്ല, വളർത്തി വലുതാക്കിയത്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ റോഷൻ. എല്ലാം വിധിയല്ലേ. സാരല്ല. പക്ഷേ ഇത്രയും വലിയ കുടുംബമല്ലേ റോഷന്റെ എല്ലാ കുറവുകളും പരിഹരിക്കാൻ. റോഷൻ പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ വെക്കാമായിരുന്നു. ഫോട്ടോ ഉണ്ടല്ലോ, എന്റെ മനസ്സിലുണ്ടല്ലോ. പക്ഷേ വേദിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ തന്നെ ഞാനൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാം. പത്രം അവള് കണ്ടാൽ എല്ലാവരുടെ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വെക്കേണ്ടി വരും. കുട്ടി ഇപ്പൊ ഈ മുറിയിൽ നിന്ന് ഇറങ്ങും. അതെല്ലാം പറയാം. ജാതകവശാൽ കുട്ടി ഇപ്പൊ ഈ മുറിയിൽ നിന്നാൽ ഈ വിവാഹം നടക്കില്ല. ഗുളികൻ കിഴക്കരുത് ശാപിക്കും. കുട്ടി ഇങ്ങോട്ട് വന്നേ.
വിധിയെ മാറ്റിമറിക്കാൻ ഇങ്ങോട്ട് പോ. പൊക്കോ. ഈ പത്രം ഇപ്പൊ അവള് കണ്ടിരുന്നെങ്കിലാ. സോറി. സാരമില്ല. ഉണ്ട ചോറിന് ഒരൽപ്പം നന്ദി കാണിച്ചു പോയി. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഓടിക്കണം. 2006 മുതൽ റോഷൻ, എന്താ വേദി? ഈ ആഭരണങ്ങള് റോഷന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞ് അച്ഛൻ കൊടുത്തയച്ചതാണ്. അതെയോ? അവരില്ലാത്ത സ്ഥിതിക്ക് ഇത് മൂത്ത അമ്മാവനും അമ്മായിക്കും കൊടുത്ത് എനിക്ക് അനുഗ്രഹം വാങ്ങണം. ആരാ റോഷൻ മൂത്ത അമ്മാവൻ? സന്തോഷമായി. മോളെ മൂത്ത അമ്മാവൻ ഞാനാണ്. അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 50 പൈസ ഉള്ളത്. ഞാൻ ഗൾഫിൽ പോയ 25 വർഷം താൻ കൂട്ടിയില്ലേ? അപ്പൊ 75 വയസ്സ് തന്നെ പെണ്ണുപിള്ളക്ക്. കുഞ്ഞെ എനിക്ക് പ്രായം കുറവാണേലും ഇവരുടെ കൂട്ടത്തിൽ മൂത്തമ്മാവൻ ഞാനാ. നാട്ടിൽ എന്റെ ചെല്ലപ്പേര് പോലും മൂത്തമ്മാവൻ എന്നാ. അതെല്ലാവർക്കും അറിയാം, മൂത്ത മാമയാണ്. എന്റെ ചർമ്മം കണ്ടാ പറയത്തില്ല, അതുകൊണ്ട് പ്രായത്തിന്റെ കാര്യത്തിൽ ഞാൻ തർക്കിക്കുന്നു. അതിന് ഈ ശരീരത്തിൽ ചർമ്മം ഉണ്ടോ? എന്താ സർട്ടിഫിക്കറ്റ് കാണണോ? അതൊക്കെ ഉണ്ടല്ലേ? കാണിക്കാൻ വേണ്ടി പാടില്ല കുട്ടി, പാടില്ല. ഇന്നത്തെ ദിവസം ഒന്നും നൽകാൻ പാടില്ല. കേട്ടിട്ടില്ലേ? രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പടരുക സാഗരമേ, മന്ത്രയന്ത്ര തന്ത്ര കലയാൽ സാമഗാന ലഹരിയോട് അണയൂ രാമ ശ്രീരാമ എന്നാണ് ഭരതത്തിൽ പറഞ്ഞേക്കുന്നത്. അല്ല, ഭരതമുനി പറഞ്ഞേക്കുന്നത്. അത് കാരണം ഇന്നത്തെ ദിവസം ആടയാഭരണങ്ങൾ പ്രത്യേകിച്ച് ആർക്കും നൽകാൻ പാടില്ല. നൽകിയാൽ ഇടി കിട്ടും. അല്ല, ശാപം കിട്ടും. ആരുടെ? ഭൂതഗണങ്ങളിൽ നിന്ന്. കണ്ടില്ലേ, എന്റെ ഫാമിലി ഭയങ്കര കോമഡിയാ. ചിലപ്പോ കണ്ടാ എനിക്ക് തോന്നുന്നു എന്റെ ബന്ധുക്കളെ അല്ലെന്ന്. വേദികയ്ക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? അതുകൊണ്ട് നമുക്ക് നല്ലൊരു സമയം കുറിച്ച് നല്ലൊരു ദിവസം ആടയാഭരണങ്ങൾ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാം. അതുവരെ ഇത് സൂക്ഷിച്ച് വേദികയുടെ മുറിയിൽ തന്നെ വെച്ചോളൂ. ഇവിടെ ഏതമ്മാവനാടാ ഇത്രയ്ക്ക് മൂത്ത് വെക്കുന്നത്? അല്ല, പേടിപ്പിക്കാൻ വേണ്ടി ഇവക്ക് വെടിയെ പേടിയില്ലാന്ന് തോന്നുന്നു. മോള് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇതങ്ങോട്ട് വാങ്ങണം. അതാണ് ആരാജം, ആചാരം. അത് സസ്പെൻസ് ആണ്. ഇനിയോ വാളയും മലയും അല്ല, മാലയും വലയും അമ്മാവനും അമ്മയ്ക്ക് തന്നിട്ട് അനുഗ്രഹം. പക്ഷേ റോഷനും സ്വാമിയും പറഞ്ഞു. ഏത് ചാമി, എന്ത് റേഷൻ? മോള് പിന്നെ എന്തിനാ എന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങിച്ചത്? ദക്ഷിണ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആഭരണം തന്നെ, ഇല്ലെങ്കിൽ പാപം കിട്ടും. പിണ്ടോളടി പോവും. ഇല്ലടി, മോള് പോയി എടുത്തിട്ട് വാ. അമ്മാവാ, മോൾക്ക് ആഭരണം എനിക്ക് തന്നെ ഒന്ന് പാവം വൈകല്ലേ. ആദ്യം ഒരു പട്ടും വളയും അമ്മാവിന് ഞാൻ തരട്ടെ. മോന്റെ പട്ടും വളയും മാമന് വേണ്ട. വേണം, ബാ. വേണ്ട, എന്നെ കൂമിനിട്ട് കുത്തി കളിക്കാനല്ലേ? ബാ. അമ്മാവൻ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എന്തിനു മോൻ ഇങ്ങോട്ട് വന്ന് എന്തിനു എന്നാ വാ. മോ സ്നേഹത്തോട് വിളിക്കണേ തല്ലിക്കൊല്ലാനായിട്ട്. അമ്മാവൻ വാ. എങ്ങോട്ടേ കൊണ്ടുവന്നേ? ഒരു മിനിറ്റ്. അമ്മാവ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കുഴപ്പമില്ല. ഇടക്കിടക്ക് എന്നെ ഇതേപോലെ പീഡിപ്പിച്ചാൽ മതി, ഞാൻ ഡീസന്റ് ആയിക്കൊള്ളാം. നിനക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊക്കെ അമ്മാവോ, മാലയും വളയും വാങ്ങി അനുഗ്രഹം കൊടുക്കാനല്ലേ? എനിക്കറിയാം, വേദിക അത് മുഴുവൻ എന്റെ കൈ തന്നിട്ടുണ്ട്. ഞാൻ തരാം, ബാ. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് അനുഗ്രഹത്തിന്റെ ആവശ്യമുണ്ട്. ബാ, വന്നാട്ടെ. നടക്ക് നടക്ക്. അവന്റെ
നിങ്ങൾ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഔപചാരികമായി ഒരു പ്രഖ്യാപനം നടത്താനാണ്. ഇനി മേലാൽ ഇതുപോലെ തരികട കാണിക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ തൂക്കിയെടുത്ത് തറയിലടിക്കും. അബദ്ധവശാലാണെങ്കിലും നിങ്ങളൊക്കെയാണ് എന്റെ ബന്ധുക്കൾ എന്ന് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു പോയി. ഇനി ആ വിശ്വാസം തകർക്കാതിരിക്കാന്നുള്ളത് എന്റെ ആവശ്യമാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. ദിവസേന 1500 രൂപ ശമ്പളം. പിന്നെ സന്ദർഭോചിതമായ വികാര പ്രകടനങ്ങൾക്ക്, ഉദാഹരണത്തിന് ചിരി, കരച്ചിൽ, അട്ടഹാസം, ഡെയിലി 50 രൂപ ബാറ്റായി എക്സ്ട്രാ ഉണ്ടാകും. പക്ഷേ വളരെ പ്രധാനം, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാകണം. അതിന് കുടുംബത്തിന്റെ മാതൃകയും തസ്തികകളും ഗുരു പറഞ്ഞു പഠിപ്പിച്ചു തരും. പാവങ്ങള് ആരാണെന്നോ, ഏതായാലും 25 വർഷത്തെ പഴക്കമുണ്ട്. ഫോട്ടോ റെഡിയായി. ഇനി പിള്ളേരെ തപ്പാൻ പോയവൻ എവിടെ പോയി കിടക്കാണോ എന്തോ. ഇവനൊക്കെ ഇന്നാളത്തെ പോലെ ഓർമ്മയിൽ നിൽക്കുന്നു എന്റെ ചേച്ചിയുടെ രൂപം. എന്തിനാ അമ്മായി ഇതൊക്കെ ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നത്? ഈ കരച്ചിൽ നമ്പർ എക്സ്ട്രാ തന്നേക്കണേ. പാവം അമ്മായി ഇന്നും ആ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. എന്നും ഒരു 5 മിനിറ്റ് അച്ഛനോടും അമ്മയോടും രാവിലെ മനസ്സ് തുറന്നില്ലെങ്കിൽ പിന്നെ ആ ദിവസം എനിക്ക് മനസ്സമാധാനമേ കിട്ടില്ല. വേദിക, ഇതാണ് എന്റെ കസിൻസ്. എന്താണോ ഞാൻ ഈ നരച്ചിലിനോട് കാളയുടെ പര്യായപദം ചോദിച്ചപ്പോഴേ ഇവൻ പറയാ പശുവിന്റെ മാപ്പിളയെന്ന്. ദിവസക്കൂലിക്ക് വന്നതല്ലേ, ഇത് തന്നെ വലിയ കാര്യം. ഇത് കുഞ്ഞമ്മാവന്റെ മകൻ, ഇത് വലിയമ്മാവന്റെ മകൻ, ഇത് പിച്ചി കുഞ്ഞമ്മയുടെ മോൻ, ഇത് ശാരദ വലിയമ്മയുടെ മോൻ, ബാക്കിയെല്ലാം ആരുടെയൊക്കെയോ മക്കൾ. അല്ല, എല്ലാ ബന്ധുക്കളുടെ പേര് എനിക്കറിയില്ലല്ലോ. എന്താ മോന്റെ പേര്? രാജു. മോന്റെയോ? അബ്ദുള്ള. അബ്ദുള്ളയോ? അല്ല, അബ്ദുള്ള എന്ന് പറയുന്നത് വിളിപ്പേര്, ശരിക്കും പേര് ശശാങ്കൻ. അയ്യടാ, അല്ലേ? ആണെന്ന്. മോന്റെയോ? ഏത് ക്ലാസ്? 5. ചേച്ചിയെ കണ്ടോടാ, എന്തൊരു സ്ട്രക്ചർ ഉണ്ട് അമ്മച്ചി. എന്ത് വേണ്ട അതിനോടാ പറയുന്നത്? പിള്ള മനസ്സാ, കള്ളമില്ല. ബ്ലേഡ്, കുട്ടികൾ ഉൾപ്പെടെ എല്ലാം ഫ്രോഡുകളാണ്. അതുകൊണ്ട് നമ്മുടെ മലേഷ്യയിലെ പരിപാടി എത്രയും പെട്ടെന്ന് ഇവിടെയും സെറ്റപ്പ് ചെയ്യണം. മനസ്സിലായില്ല. ഈ വീടിന്റെ മുക്കിലും മൂലയിലും CCTV സെക്യൂരിറ്റി ക്യാമറകൾ വേണം. ഒപ്പം മൈക്കും. ഇവറ്റകളൊക്കെ പറയുന്നതും ചെയ്യുന്നതും അന്നെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ.